വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന KSEB നിർദ്ദേശത്തിൽ തീരുമാനം ഇന്നുണ്ടാകും. വൈദ്യുതി വിതരണത്തിലെ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. യോഗത്തിൻ്റെ നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നറിയുന്നു. എന്തായാലും ചർച്ച ഗംഭീരമായി നടക്കുന്നു. ഒരു പവർ ലോഡ് ഷെഡിങ് വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ. കാരണം ഈ സർവ്വകാല റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് പവറിൻ്റെ ഉപയോഗത്തിൽ. ദുരുപയോഗത്തിൻ്റെ കാര്യത്തിലും നമ്മൾ അത്ര പിന്നോട്ടമല്ല. ഈ ഒരു അപകട സാഹചര്യത്തിൽ പോലും ഈ AC കൾ പ്രവർത്തിപ്പിക്കുകയും അത് ഓഫ് ചെയ്യാതിരിക്കുകയും വിളക്കുകൾ കത്തിച്ചിട്ടിട്ട് അത് ഓഫ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് നടുവിലാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ സ്വിച്ചിന് നോവാത്ത രീതിയിൽ വൈദ്യുത വിളക്കുകൾ അണയ്ക്കുന്ന സ്വഭാവക്കാരായി നമ്മൾ മാറണം. കാരണം ഓഫീസുകളിലൊക്കെ തന്നെ കൃത്യമായി ഫാനുകൾ ഓഫ് ചെയ്യുന്നുവെന്ന് മേലധികാരികൾ ഉറപ്പുവരുത്തണം. ഊർജം പാഴാകുന്നത് നമ്മൾ തടയണം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ VA ഗിരീഷ് ചേരുന്ന വിവരങ്ങളുമായി. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഗിരീഷ്. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് KSEB സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അത് നടക്കില്ല എന്ന് സർക്കാരും അറിയിച്ചു. തൊട്ട് പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ സമയത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി സംസ്ഥാനത്ത് തുടരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന KSEB ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനാണ് ഇന്ന് വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. രാവിലെ 11 മണിക്ക് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചേംബറിലാണ് യോഗം. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഊർജ്ജ സെക്രട്ടറി, അതോടൊപ്പം തന്നെ വൈദ്യുതി ബോർഡ് ചെയർമാൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇതിനുശേഷമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം, ഏതെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമോ, പവർ കട്ടാണോ, ലോഡ് ഷെഡിംഗ് ആണോ വേണ്ടത്, മാത്രമല്ല പകൽ സമയത്ത് ചൂട് കൂടിയിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് രാത്രിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് സർക്കാർ പൊതുവെ ഒരു യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം യോഗം പ്രധാനമായും ചർച്ച ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓരോ ദിവസവും വൈദ്യുതി ഉപയോഗത്തിൽ നമ്മൾ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപയോഗം തന്നെ സർവ്വകാല റെക്കോർഡാണ്. 113.26 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഇതിൽ 89 ദശലക്ഷം യൂണിറ്റിന് പുറമേ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നതാണ്. സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത KSEB ഇതിനുവേണ്ടി വഹിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ പീക്ക് സമയത്ത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള ഒരു പീക്ക് സമയം, ഈ പീക്ക് സമയത്ത് വൈദ്യുതി ഉപഭോഗം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ബോർഡ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഉപയോഗം വർദ്ധിക്കുന്നതനുസരിച്ച് ലൈനുകളുടെ ശേഷി കുറയുകയും ഡ്രിപ്പാകുന്നതിനും ട്രാൻസ്ഫോമറുകൾ തകരാറിലാകുന്നതിനുമൊക്കെ ഇത് ഇടയാക്കുന്നുണ്ട്. സ്വാഭാവികമായും വൈദ്യുതി ബോർഡിൻ്റെ കണക്കനുസരിച്ച് 700 ട്രാൻസ്ഫോമറുകൾ ഈ ഒരു മാസം 1.5 മാസ കാലയളവിൽ തകരാറിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു പ്രദേശം മുഴുവൻ ഇരുട്ടിലാകുന്നതിന് ഇടയാക്കുന്നു. മാത്രമല്ല ജനങ്ങളും KSEB ജീവനക്കാരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇത് കലാശിക്കുകയും ചെയ്യുന്നു. പലയിടത്തും കയ്യേറ്റങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസരണ വിതരണ ശൃംഖല സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു വൈദ്യുതി നിയന്ത്രണം വേണം എന്നുള്ളതാണ് ബോർഡ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെയുള്ള ഒരു തീരുമാനം ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. പക്ഷേ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുകയും നടപ്പിൽ വരുത്തുകയും ഒക്കെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യങ്ങൾ കൂടിയാലോചിച്ച ശേഷമായിരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ ആയിരിക്കും സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമാണെങ്കിൽ അത് നടപ്പാക്കുക. SKN. ഓക്കെ, താങ്ക് യു ഗിരീഷ്. വിജയൻ പറഞ്ഞു ഇന്നലെ എവിടെ പോയതാ SKN? പറ്റുമെങ്കിൽ ഒന്ന് പറ. പറ്റുമെങ്കിലല്ല, പറയും. ഇന്ന് എന്തായാലും പറയും. അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അബ്ദുൽ ലത്തീഫ് ചോദിക്കുന്നു, താങ്കളിപ്പോൾ നിൽക്കുന്ന AC-യിലല്ലേ? തീർച്ചയായിട്ടും AC-യിലാണ്. പക്ഷേ ഞാൻ അത്ര ഒരു AC അനുകൂലിയല്ല. വളരെ AC കുറച്ച് ഉപയോഗിക്കുകയും മാത്രമല്ല AC എൻ്റെ ശരീരവും AC-യും തമ്മിൽ അങ്ങനെ പൊരുത്തപ്പെടുന്നില്ല. അത് തമ്മിലൊരു പാരമ്പര്യമായിട്ട് ഞങ്ങൾ തമ്മിലൊരു ചെറിയ യുദ്ധത്തിൽ തന്നെയാണ്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറഞ്ഞു, ഇതൊക്കെ താങ്കൾ പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ്? രാവിലെ 9 മണിയായാലും 10 മണിയായാലും തെരുവിലെ വിളക്കുകൾ അണയ്ക്കുന്നില്ല എന്നത് സത്യമാണ്. പല സ്ഥലത്തുമുണ്ട്, വീടുകളിലുമൊക്കെ തന്നെ ഇങ്ങനെ കത്തിക്കിടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കുടിവെള്ളം നമ്മൾ ചിലപ്പോൾ പൈപ്പ് തുറന്നു വിട്ട് പാഴാക്കി കളയില്ലേ, അതുപോലെ തന്നെയാണ് വൈദ്യുതിയുടെ കാര്യത്തിലും. നമുക്ക് വല്ലാത്ത കടുത്ത ദാരിദ്ര്യം അനുഭവപ്പെടാൻ പോവുകയാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യത്തിലും ഉൽപ്പാദനം വളരെ കുറവാണ്. വലിയ വില കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് NTPC പോലെയുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ വലിയ വിലയാണ്. അപ്പം നമ്മൾ കടുത്ത ഊർജ്ജക്ഷാമത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. കൃത്യമായിട്ട് ഓഫ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ AC ഓൺ ചെയ്തിടുക. അപ്പോൾ AC ഉച്ചയ്ക്കൊക്കെയുള്ള ഇപ്പോൾ AC-യുടെ ഉപയോഗം എന്ന് വെച്ചാൽ സർവ്വകാല റെക്കോർഡ് കടന്നിരിക്കുകയാണ്. കടകളിൽ AC ചിലവാകുന്നത് വളരെ കൂടിയിരിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു.